മാനസാന്തരത്തിന്റെ പടവുകൾ. നല്ലവൻ എൻ്റെ യേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എത്ര നല്ലവൻ എൻ്റെ യേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. മാനസാന്തരത്തിന്റെ പുതുപടവുകൾ കടന്ന് ക്രിസ്തുവിൽ പുതു സൃഷ്ടികളായവരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന മാനസാന്തരത്തിന്റെ പടവുകൾ പ്രോഗ്രാമിന്റെ ഇന്നത്തെ അധ്യായത്തിൽ നാം പരിചയപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര തൊഴുക്കൽ സ്വദേശി സുവിശേഷകൻ രാജേഷ് തൊഴുക്കലിന്റെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളുമാണ്. ഹൈന്ദവ പാരമ്പര്യ വിശ്വാസത്തിൽ നിന്നും ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച രാജേഷ് ഇന്ന് നിരവധിയായ സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിയാണ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് രാജേഷ് എന്നാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര തൊഴുക്കൽ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ് ജനിച്ചു വളർന്നത്. ഞങ്ങൾ ഒരു ഹൈന്ദവ വിശ്വാസ കുടുംബത്തിലായിരുന്നു എൻ്റെ മാതാപിതാക്കളെ ജീവിച്ചിരുന്നത്. എന്നാൽ എൻ്റെ മാതാവിന് ഏകദേശം 9 വർഷത്തോളം തലമുറകളില്ലായിരുന്നു എന്നാണ് അവരിൽ നിന്ന് കേൾക്കാൻ പറ്റിയ ഒരു സാക്ഷ്യം. അങ്ങനെ നീണ്ടതായ അവരുടെ വിശ്വാസപ്രകാരമുള്ള പലവിധമായ പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും എൻ്റെ മാതാപിതാക്കൾ ആഗ്രഹിച്ചതുപോലെ ഒരു തലമുറ കിട്ടിയില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന ദൈവദാസന്മാരുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥനപരമായി എൻ്റെ മാതാവ് വിശ്വാസത്തിൽ വരികയും അങ്ങനെ എൻ്റെ മാതാവാണ് ആദ്യം ഈ സത്യദൈവത്തെങ്കിലേക്ക് വരുവാൻ ഇടയായത്. എന്നാൽ ഞങ്ങൾ ജനിച്ചു, വളരെ പ്രയാസങ്ങൾ കുടുംബത്തിനകത്ത് നേരിട്ടു. എനിക്ക് വളരെ വിദ്യാഭ്യാസം ഒന്നുമില്ല. എനിക്ക് ചെറിയ ഒരു ക്ലാസ്സുകളാണ് പഠിച്ചത്. മുന്നോട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കൊണ്ട് വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതമായിരുന്നു. എന്നാൽ എൻ്റെ ബാല്യത്തിൽ ഞാൻ ഇവിടുന്ന് മാറി കണ്ണൂരെന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ഉപജീവന മാർഗ വഴിയോടുകൂടെ അവിടെ പാർത്ത് ജീവിക്കുമ്പോഴാണ് ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ ഇടാവുന്നത്. കണ്ണൂരെന്ന സ്ഥലത്ത് ഒരു മേസ്ത്രി പണിക്കാരനായിട്ടാണ് ഞാൻ അവിടെ ജീവിച്ചത്. നീണ്ട വർഷക്കാലം കണ്ണൂർ തളിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ജീവിച്ചു. അവിടെ വെച്ച് ഏജ് സഭയിലെ ഒരു ശുശ്രൂഷകൻ എന്നെ പിന്തുടർന്ന് എന്നോട് യേശുവിൻ്റെ വചനങ്ങൾ പറയുകയും ആ ദൈവദാസനോട് ഞാൻ മോശമായൊക്കെ സംസാരിക്കുവാനൊക്കെ ഇടയായിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം എന്നെ പിന്തുടർന്നു. നമുക്കറിയാമല്ലോ, ബാല്യത്തിൽ നമുക്കാർക്കും ഒരു യൗവനത്തിൽ യേശുവിനെ അറിയണമെന്ന് താല്പര്യമില്ല. ഞാൻ അദ്ദേഹത്തോട് പറയുമായിരുന്നു, ഈ ജീവിതം ആണ് ഒരു ജീവിതമേ ഉള്ളൂ, അത് തിന്നും കുടിച്ചും ആനന്ദിച്ചും മദ്യപിച്ചും കിട്ടുന്ന പൈസയെല്ലാം ഞങ്ങളുടെ ഇഷ്ടത്തിൽ ജീവിക്കാം. അതുകൊണ്ട് പാസ്റ്റേ ഞങ്ങൾ ഈ വിശ്വാസത്തിന് വരത്തില്ല. എന്നാൽ ദൈവദാസൻ ഓരോ ദിവസവും അത് കേട്ടിട്ട് അങ്ങനെ പോവുകയും തുടർന്ന് അദ്ദേഹം എല്ലാ ദിവസങ്ങളും വൈകുന്നേരം ഞാൻ താമസിക്കുന്ന ലോഡ്ജിലേക്ക് അവയെ കടന്നു വരുവാൻ ഇടയായി മാറും. എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞു. എൻ്റെ ജീവിതത്തിനകത്ത് കർത്താവിൻ്റെ കരം തൊടുവാനിടയായി. ഞാൻ വിവാഹം കഴിഞ്ഞു. ആദ്യത്തെ ഒരു കുഞ്ഞ് ജനിച്ചു. ഞാനും കല്യാണം കഴിച്ചത് ഹൈന്ദവ വിശ്വാസപ്രകാരം നിൽക്കുന്നൊരു പെൺകുട്ടിയായിരുന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ ഒത്തിരി മദ്യപിക്കുമായിരുന്നു. ഒത്തിരി മദ്യപാന ശീലമുണ്ട്. സിഗരറ്റ് വലി മദ്യപാന ശീലത്തിൽ പോകുന്ന എന്നെ ഒരു രാത്രിയിൽ ഞാൻ വന്ന് ഭവനത്തിൽ കിടക്കുമ്പോൾ എന്നെ ദൈവത്തിൻ്റെ കരം തൊടുവാനിടയായി. ഒരു ദർശനം കാണുവാനിടയായി. ആ ദർശനം എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. പിറ്റേ ദിവസം ആ ദർശനം എന്താണെന്ന് എനിക്കറിയത്തില്ല. 1999 ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന KP യോഹന്നാൻ എന്ന ദൈവദാസൻ്റെ പ്രസംഗം സൂര്യ TV യിലുണ്ടായിരുന്നു ഒരു ഞായറാഴ്ച. ഞാൻ ശനിയാഴ്ച രാത്രി കണ്ടതായ ആ സ്വപ്നം ആ ദൈവദാസൻ TV യിലൂടെ പ്രസംഗിക്കുകയാണ്, സൂര്യ ചാനലിലൂടെ. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ ഞാൻ കണ്ട ദർശനത്തിൻ്റെ പൊരുളുകൾ ആ ദൈവമനുഷ്യൻ വെളിപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പ്രസംഗിക്കുന്നത് എനിക്ക് തോന്നി. അദ്ദേഹം TV യിൽ പറയുകയാണ്, മെസ്സേജിൽ പറയുകയാണ്, നിനക്ക് തുടർന്ന് ജീവിതം വേണമെങ്കിൽ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവത്തെ അറിഞ്ഞുകൊള്ളണം. ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് എന്നെ പിന്തുടർന്ന ദൈവദാസൻ്റെ ആലയത്തിലേക്ക് കടന്നു ചെന്നു. അവിടെ ചെന്ന് ഞാൻ സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ ചേർത്ത് പിടിച്ച് സമാധാന വാക്ക് പറഞ്ഞ് പ്രാർത്ഥിച്ച് എന്നോട് പറഞ്ഞു, ദൈവദാസനെ സഹോദര സ്നാനപ്പെടാം, ധൈര്യമായി ഇരിക്കുക. അതിനു മുമ്പേ
നിങ്ങൾ കർത്താവിനെക്കുറിച്ച് അറിയണം, ദൈവ തിരുവെഴുത്തുകൾ അറിയണം. അങ്ങനെ എന്നെ അദ്ദേഹം ദൈവവചനങ്ങൾ മനസ്സിലാക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞാനും എൻ്റെ കുടുംബവും 2000 കർത്താവായ യേശു ക്രിസ്തുവിനെ ജലത്തിൽ കണ്ണൂർ തളിപ്പറമ്പ് കുപ്പം എന്ന് പറയുന്ന പുഴയിൽ ഞങ്ങൾ പിതാപുത്ര പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് കരയ്ക്ക് കയറുമ്പോൾ എന്നെ സ്നാനപ്പെടുത്തി അഭിഷക്തനോട് ദൂത് പറഞ്ഞു, നിങ്ങൾ സുവിശേഷകനായി മാറും. ആ ഒരു കാഴ്ച ദൈവം എനിക്ക് കാണിക്കുകയാണ്. പോയ കാലത്ത് ക്രിസ്തു നിഷേധത്തിൻ്റെ പാതകളും ധൂർത്തും മദ്യപാനവും തകർത്ത് കളഞ്ഞ ജീവിതത്തിൽ നിന്നും ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച രാജേഷ് ഇന്ന് തൻ്റെ ജീവിതം പറയുകയാണ്. തുടർന്ന് 2002 എനിക്ക് പിന്നെ കണ്ണൂർ ജില്ലയിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. അവിടെ നിന്ന് ഞാൻ എൻ്റെ സ്വന്തം നാട്ടിലേക്ക് തൊടുക്കലേക്ക് കടന്നു വന്ന് എൻ്റെ വീട്ടിലെ എൻ്റെ അച്ഛൻ്റെ അപ്പൻ കൊടുത്തതായ വസ്തുവിൽ ഒരു IPC സഭയുണ്ട്. ആ സഭയിൽ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. ആ സമയത്ത് കർത്താവിൽ അനുഗ്രഹനായ ദൈവദാസൻ പാസ്റ്റർ ബൈജു കാട്ടാക്കട എന്ന ദൈവദാസൻ അദ്ദേഹം ആ ഉപവാസത്തിൽ പങ്കെടുക്കുകയും ഉപവാസത്തിന് 16 ദിവസം അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഒരു യൗവനക്കാരൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങും. അദ്ദേഹത്തെ രാജ്യങ്ങൾ, പട്ടണങ്ങളിൽ, ദേശങ്ങളിൽ ഒരു സുവിശേഷകനായി ഉയർത്തും എന്നൊരു ദൂത് പറയുവാനിടയായി. അപ്പോൾ ഇത് ആരോടാണ് സംസാരിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ ഞാനിങ്ങനെ പള്ളിയിൽ ഒരു മൂലയിലിരിക്കുമ്പോൾ ഉപവാസ പ്രാർത്ഥന പങ്കെടുക്കുമ്പോൾ അവസാനം അദ്ദേഹം വചന ശുശ്രൂഷ കഴിഞ്ഞ് എൻ്റെ അടുക്കിലേക്ക് ഓടി വന്ന് എൻ്റെ തലയിൽ കൈവയ്ക്കുകയും ഒരു കറണ്ട് വന്നടിക്കുന്ന പോലെ ഞാൻ തുള്ളി ചാടി എഴുന്നേറ്റ് ആത്മാവിൽ ആരാധിച്ച് അഭിഷേകത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുവാനിടയായി. എന്നാൽ അദ്ദേഹം എന്നിട്ട് എൻ്റെ തലയെ കൈവച്ച് ദൂത് പറഞ്ഞു, നീ ഒരു ശുശ്രൂഷകനായി മാറും. പക്ഷേ അതൊക്കെ ഞാൻ മൗനമായി കേട്ടെങ്കിലും എനിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് എന്നെ ശക്തമായി എന്നെ തൊട്ടു. 2004 മുതൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ വേർതിരിച്ച് ഇറങ്ങുവാനിടയായി. കർത്താവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ ഇന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ ജീവിതത്തിനകത്ത് കർത്താവ് വരുത്തിയ മാറ്റങ്ങൾ വലിയ സംഭവങ്ങളാണ്. അനേക ഇടങ്ങളിൽ യേശു ക്രിസ്തുവിനെ ഉയർത്തുവാൻ ദൈവം എനിക്കൊരു ഭാഗ്യം തരുവാൻ ഇടയായിത്തീർന്നു. അഴുക്ക് ചാലിലും പാപത്തിൻ്റെ പ്രവൃത്തിയിലും നടന്ന എന്നെ ഇന്ന് ആയിരങ്ങളുടെ മുമ്പിൽ ശുശ്രൂഷിക്കുവാൻ, ആയിരങ്ങളുടെ മുമ്പിൽ യേശുവിനെ ഉയർത്തുവാൻ റോഡ് വക്കിലും പള്ളികളിലും മറ്റിടങ്ങളിലൊക്കെ പരസ്യയോഗങ്ങളിലാകട്ടെ, കൺവെൻഷൻ വേദിയാകട്ടെ, ഉണർവ് യോഗമാകട്ടെ, ഉപവാസപ്രാർത്ഥനയാകട്ടെ, അങ്ങനെ പല മേഖലകളിലും ഇന്ന് യേശു ക്രിസ്തുവിനെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ സത്യദേവ സഭ എന്നൊരു പ്രസ്ഥാനത്തോടുകൂടെ ചേർന്ന് ഞാൻ ഒരു സഭാ ശുശ്രൂഷ ചെയ്യുന്നു. അതിനുപരിയായി പെരുമ്പഴുതൂർ ശാലേം ഹോസ്പിറ്റൽ ടീം എന്ന ഒരു ടീമിൻ്റെ കൂടെ വിവിധ കൺവെൻഷനുകളിലൊക്കെയും പ്രസംഗിക്കുകയും യേശുവിനെക്കുറിച്ച് പാടുകയൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഏതു പ്രതികൂലത്തിൽ നിന്നും കർത്താവ് വിടിവിക്കുവാൻ ശക്തനാണ്. ദൈവത്തിന് നിൻ്റെ ജാതിയോ മതമോ ഒന്നും വിഷയമല്ല. നീ ഏത് വ്യക്തിയാണെങ്കിലും, ഏത് പാപത്തിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിലും, യേശുവേ എൻ്റെ പാപത്തെ മാറ്റണമേ, എന്നോട് എൻ്റെ കുറവുകൾ ക്ഷമിക്കണമേ എന്ന്, എൻ്റെ അടുക്കിലേക്ക് വരണമേ എന്ന് നീ വിളിച്ചാൽ നിൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ് ഞാൻ വിശ്വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു മതം മാറ്റുന്നവനല്ല. യേശു ക്രിസ്തു നിൻ്റെ ജാതി മാറ്റുവാനോ മതം മാറ്റുവാനോ അല്ല വന്നത്. യേശു വന്നത് മനസ്സിൻ്റെ അകത്തൊരു പരിവർത്തനം തന്ന് നിന്നെ സ്നേഹത്തിലൂടെ നടത്തുവാനാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരരെ, നീ പാപത്തിൻ്റെ വഴികളിലൂടെ പോകാതെ, മദ്യത്തിനോ മയക്കുമരുന്നിനോ ലഹരികളിലോ നീ പോകാതെ നീ യേശുവിലേക്ക് മടങ്ങി വരുമെങ്കിൽ എന്നെ വിടിവിച്ച ദൈവം, എന്നെയും എൻ്റെ കുടുംബത്തെ സന്തോഷത്തോടെ നടത്തുന്ന ദൈവം നിങ്ങളെയും സന്തോഷത്തോടെ നടത്തുവാൻ ഇടയായിത്തീരും. ഇന്ന് ഞാനും എൻ്റെ 2 മക്കളും എൻ്റെ മാതാവും എൻ്റെ ഭാര്യയും കർത്താവിൻ്റെ വേലയോടൽ ബന്ധത്തിലായിരുന്നു കൊണ്ട് അനവധി ഇടങ്ങളിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. വലിയൊരു സന്തോഷം എൻ്റെ ജീവിതത്തിനകത്തുണ്ടായി. എൻ്റെ ബാല്യത്തിൽ കിട്ടാത്ത സന്തോഷം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയ സന്തോഷം, കൂട്ടുകാരിൽ നിന്നോ ഞാൻ പ്രവർത്തിച്ച രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നോ കിട്ടാത്ത സന്തോഷം ക്രിസ്തുവിൽ നിന്നും എനിക്ക് ലഭിക്കുവാൻ ഇടയായിത്തീർന്നു. അധ്വാനിച്ച് പണം സമ്പാദിക്കുകയും ആ പണം മദ്യത്തിനും മറ്റു ജീവിത സുഖങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കുകയും യൗവനത്തിൻ്റെ മിഥ്യാമോഹങ്ങളിലും ലോകത്തിൻ്റെ ഇമ്പങ്ങളിലും ജീവിതം ആഘോഷമാക്കുകയും ചെയ്ത രാജേഷ് ഇന്ന് ക്രിസ്തുവിൽ തൻ്റെ സർവ്വ ആനന്ദവും കണ്ടെത്തിയിരിക്കുന്നു. ചില കാര്യം കൂടെ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ കൂടെ ഞാൻ അറിയിക്കാം. കണ്ണൂർ ജില്ലയിൽ ഞാൻ ചെന്ന് എത്തപ്പെടുന്നത്
വളരെ പ്രതികൂലത്തിൻ്റെ നടുവിലാണ് ഞാനിവിടെ പോകുന്നത്. അവിടെ ചെന്ന് എൻ്റെ ജീവിതം ആരംഭിച്ച് ഞാൻ അവിടെ നിന്നാണ് മേസ്ത്രി പണി പഠിക്കുകയും പിന്നത്തിൽ സ്വന്തമായി വർക്കുകളെടുത്ത് ചെയ്യുവാൻ ആരംഭിച്ചു. അപ്പോൾ അവിടുത്തെ പണിയെന്ന് പറയുന്നത് വളരെ കോൺട്രാക്ട് വർക്കിലാണ്. ഓരോ വീടിൻ്റെ പണി തീരുമ്പോൾ ഒത്തിരി ലാഭം കിട്ടും. ഒത്തിരി സുഹൃത്തുക്കൾ എനിക്കവിടെ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ 18 ജോലിക്കാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിനകത്ത് ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു വാശിയായിരുന്നു ജീവിതം. കാരണം വീട്ടിൽ എനിക്ക് നല്ല വസ്ത്രമില്ല, നല്ല ആഹാരമില്ല. അപ്പോൾ അവിടെ ചെന്ന് പണി ചെയ്ത് പണം ഒക്കെ സമ്പാദിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഒരു ആഗ്രഹം, ഇനി ഒരിക്കലും തിരുവനന്തപുരം ജില്ലയിലേക്ക് ഞാൻ കാല് വയ്ക്കത്തില്ല, ഒരിക്കലും ഇനി തിരുവനന്തപുരത്തേക്ക് ഞാൻ വരത്തില്ല എന്നൊരു തീരുമാനം എടുക്കുകയും അവിടെ തന്നെ ജീവിതം അവിടെ തന്നെ അവസാനം എന്ന് ചിന്തിച്ചു നടന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിനകത്ത് ഏറ്റവും വലിയ ഒരു ഹോബി എന്ന് പറയുന്നത് വിനോദയാത്രകൾ പോകുക, തുടർന്ന് മദ്യം കുടിക്കുക, അതുപോലെ തന്നെ കോമഡി പാട്ടുകൾ പാടി ആളുകളെ സന്തോഷിപ്പിക്കുക, അതുപോലെ തന്നെ സിഗരറ്റ് വലിക്കുക. അങ്ങനെ ഒരു ജീവിതത്തിലായിരുന്നു ഞാൻ മുന്നോട്ട് പോയത്. ഓരോ വീടിൻ്റെ പണി തീരുമ്പോഴും ഞാൻ ആ കിട്ടുന്ന ലാഭവും കൊണ്ട് മംഗലാപുരത്ത് പോവുകയും അവിടെ റൂമെടുത്ത് കൂട്ടുകാരുമായി അടിച്ച് പൊളിച്ച്, കുഞ്ഞുങ്ങളുടെ ഭാഷ പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് ജീവിതം നയിച്ചു കൊണ്ടിരുന്നു. എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി എന്തും ചെയ്യാൻ വേണ്ടി എന്ന് വെച്ചാൽ എല്ലാ പാപപ്രവൃത്തിക്കും കൂട്ടുനിൽക്കാൻ. അപ്പോൾ ഞാൻ അതിലോട്ട് പങ്കെടുക്കത്തില്ലെങ്കിലും എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി പാപപ്രവൃത്തിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സ്വഭാവം എൻ്റെ ജീവിതത്തിനകത്തൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ എൻ്റെ ജീവിതം തുടരുമ്പോഴാണ് എന്നെ ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നെ തേടി വരുന്നത്. ഈ ദൈവത്തിൻ്റെ സ്നേഹം എന്നെ തേടി വരാതെ ഇരുന്നു എങ്കിൽ ഇന്ന് ഞാൻ മരിച്ചു പോകേണ്ട ഒരു സ്ഥാനത്തുമായിരുന്നു ഞാൻ ആയിരിക്കുന്നത്. എന്നാൽ അവിടെ ചെന്ന് ഞാൻ അവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് പ്രവേശിച്ചു. കണ്ണൂരിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ രാഷ്ട്രീയത്തിൻ്റെ പേരൊന്നും പറഞ്ഞ് ആരെയും നിരാശപ്പെടുത്തുന്നില്ല. അവിടുത്തെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുകയും ആ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കൂടെ സഹകരിച്ചുകൊണ്ട് ആ രാഷ്ട്രീയത്തിൻ്റെ ചൂട് എൻ്റെ ഹൃദയത്തിനകത്ത് വരികയും പിന്നത്തേൽ ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയത്തിന് വേണ്ടി ജീവിച്ച് മരിക്കണം, എൻ്റെ നേതാക്കന്മാർ അടക്കം ചെയ്ത ആ പയ്യാമ്പലം ബീച്ചിൽ എന്നെയും അടക്കം ചെയ്യണമെന്ന്, എനിക്ക് ആ മണ്ണിൽ കിടന്ന് മരിക്കണമെന്നൊക്കെ പ്രതിജ്ഞ എടുത്ത് മുന്നോട്ട് കടന്നുപോയി. പക്ഷേ മനുഷ്യൻ്റെ ചിന്തയല്ല ദൈവത്തിൻ്റെ ചിന്ത. ഒരു മനുഷ്യൻ, ഒരു കുഞ്ഞ് അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉളവാകുമ്പോൾ തന്നെ ദൈവം അവനെക്കുറിച്ചൊരു പദ്ധതി കണ്ടിട്ടുണ്ടെന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ ഞാൻ ജനിച്ചപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നും പിന്നത്തേൽ എൻ്റെ ദൈവം എന്നെ സന്ദർശിക്കുമെന്നൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിനകത്ത് ആ ദൈവദാസൻ, അദ്ദേഹത്തിൻ്റെ പേര് ഷിബു പി വർഗീസ് എന്നാണ്, ഏജ് സഭയുടെ ശുശ്രൂഷകനാണ്, കോഴിക്കോട് സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ കോട്ടയം ജില്ലക്കാരിയാണ്. അതിനുശേഷം ഇന്ന് വരെ ഞാൻ ദൈവദാസനായതിനു ശേഷം ഇന്ന് വരെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ഞാൻ ഇതിൽ കൂടെ എനിക്കൊരു ആഗ്രഹമുണ്ട്, ഇത് അദ്ദേഹം കാണുകയാണെങ്കിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. എൻ്റെ ആത്മീയ ഗുരുനാഥൻ എന്നെ കാണുന്നല്ലോ എന്ന് സന്തോഷമുണ്ട്. അങ്ങനെയാണ് യേശുവിനേക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് ഒത്തിരി ദേഷ്യമായി സംസാരിക്കുക, റൂമിൽ നിന്ന് ഇറങ്ങിപ്പോടാ എന്നൊക്കെ പറയുവാനൊരു ജീവിതം ഉണ്ടായിരുന്നു. എന്നാൽ അവിടെയൊക്കെയും അദ്ദേഹം എന്നെ വീണ്ടും പിന്തുടരുകയാണ്. ഓരോ ദിവസവും എന്നെ പിന്തുടർന്നുകൊണ്ട് എന്നോട് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ ഇടയാകും. അപ്പോഴൊക്കെ ഞാൻ ആ വാക്കുകളൊന്നും ചെവി കൊടുക്കത്തില്ല. അങ്ങനെയാണ് ദൈവം എന്നെ സന്ദർശിച്ച് ദൈവ വേലയിലേക്ക് കടന്നു വന്ന് സ്വർഗത്തിലെ ദൈവം എന്നെ മാനിക്കുവാനിടയായത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിവിധ ഇടങ്ങളിൽ കർത്താവ് എന്നെ അയച്ചു. ഇന്ത്യയുടെ ഏകദേശം 19ഓളം സ്റ്റേറ്റുകളിൽ എന്നെ ദൈവത്തിൻ്റെ കൃപയാൽ അയക്കപ്പെടുവാനിടയായി. ഏകദേശം 300ഓളം ആളുകളെ ഈ കരം കൊണ്ട് എനിക്ക് സ്നാനപ്പെടുത്തുവാൻ കർത്താവ് കൃപ നൽകി. എന്നെ ആത്മീയത്തിൽ എന്നെ ഒത്തിരി സഹായിച്ചത് ക്രിസ്തുവിൽ ഞാൻ സ്നേഹിക്കുന്ന അറിയപ്പെടുന്ന ഒരു ദൈവദാസൻ പാസ്റ്റർ ബൈജു കാട്ടാക്കട എന്ന ദൈവദാസനാണ്. അദ്ദേഹമാണ് എന്നെ വിവിധ സ്ഥലങ്ങളിൽ അയക്കുവാനിടയായത്. കർത്താവിനെ അറിഞ്ഞു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കരം താങ്ങലും അദ്ദേഹത്തിൻ്റെ ഒരു കരുതലും എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറുവാൻ ഇടയായിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ സന്ദേശം എന്തുകൊണ്ട് ഈ സാക്ഷ്യം നിങ്ങളോട് ഞാൻ ഈ സന്ദേശ രൂപത്തിൽ പറയുന്നെന്ന് കേട്ടാൽ,
ഈ ലോകം നശിച്ചു പോകുന്നതാണ്. ഈ ലോകം എന്നും ഇങ്ങനെ നിൽക്കുന്നതല്ല. ഈ ലോകത്തിനൊരു അവസാനമുണ്ട്. മനുഷ്യ ജീവിതത്തിനകത്തൊരു അവസാനമുണ്ട്. അവസാനത്തിന് ശേഷം നിൻ്റെ ജീവിതത്തിനകത്തൊരു നിത്യതയുണ്ട്. ആ നിത്യതയെക്കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് പറയാം, ഈ ലോകം തരുന്ന സുഖവും ഈ ലോകം തരുന്ന ആഡംബരവും എല്ലാം വ്യർത്ഥമാണ്. നിൻ്റെ കയ്യിലെ സാമ്പത്തികം തീരുമ്പോൾ, നിൻ്റെ കയ്യിലെ നന്മ തീരുമ്പോൾ സകലവരും നിന്നെ ഉപേക്ഷിക്കും. എന്നാൽ നിന്നെ ഉപേക്ഷിക്കാത്ത ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾ തെരുവുകോണിലും നിന്നുകൊണ്ട് വിളിച്ചു പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. 1999 ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും 2004 സ്നാനമേൽക്കുകയും ചെയ്ത രാജേഷ് 2004 മുതൽ സുവിശേഷത്തിൻ്റെ വയലുകളിൽ വേല ചെയ്യുകയാണ്. ഞാൻ എൻ്റെ വിശ്വാസ ജീവിതത്തിൽ വന്നതിന് ശേഷം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1999 യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നത്. 2000 സ്നാനപ്പെട്ടു. പിന്നത്തേൽ അഭിഷേകം പ്രാപിച്ച് ദൈവദാസനായി തീരുവാൻ ഇടയായി മാറി. ദൈവ വേലയോടൊപ്പം തന്നെ ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ ഇടയായി. 1 വർഷമാണ് ഞാൻ പഠിച്ചിട്ടുള്ളൂ. അതിനുശേഷം എൻ്റെ ജീവിതത്തിനകത്ത് ദൈവം അത്ഭുതം ചെയ്തു. ഞാൻ ഒത്തിരി ഉപവാസങ്ങളും പ്രാർത്ഥനയിലൊക്കെ ഇരിക്കാൻ കർത്താവ് കൃപ നൽകി. 2012 മുതലാണ് ദൈവം എൻ്റെ ജീവിതത്തിനകത്ത് അത്ഭുതം ചെയ്തത്. എന്നെ പുറത്ത് അറിയപ്പെടുന്ന ഒരു ശുശ്രൂഷകനായി എന്നെ മാറ്റി. ഞാൻ പഞ്ചാബിലും ഹരിയാനയിലും ബാംഗ്ലൂരും ചെന്നൈയിലും അങ്ങനെ തുടങ്ങിയ ഏകദേശം 19ഓളം സ്റ്റേറ്റുകൾ ഇന്ത്യയുടെ ചെന്ന് യേശുവിനെ ഉയർത്തുകയായി. അതിൽ പഞ്ചാബിലാണ് 2 തവണ കടന്നുപോയി 240ഓളം ആളുകളെ അവിടെ ഞാൻ സ്നാനപ്പെടുത്തി. എനിക്ക് ദൈവം ഒരു കൃപ നൽകി. അതിനുശേഷം എൻ്റെ ജീവിതത്തിനകത്ത് സ്വന്തം ദേശത്ത് തന്നെ ശക്തമായ നിലയിൽ പ്രവർത്തിക്കുവാൻ ദൈവം അവസരമൊരുക്കി. ഒരു യബദ ഹോസ്പിറ്റൽ ടീം എന്ന ഒരു ടീം വർക്കുണ്ട്. എല്ലാ തിങ്കളാഴ്ച തോറും നമ്മൾ അതിൽ 5ഓളം ദൈവദാസന്മാർ ചേർന്ന് പരസ്യയോഗങ്ങൾ നടത്തുന്നുണ്ട്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ചേർന്ന് നമ്മൾ ഒരു സുവിശേഷ യോഗം നടത്തുന്നുണ്ട്. അതുപോലെ പരിശീലന കേന്ദ്രമാക്കി ഒരു സുവാർത്ത ചാരിറ്റബിൾ പ്രവർത്തനം ഉണ്ട്. ആ പ്രവർത്തനത്തിൻ്റെ കോർഡിനേറ്ററായി നിന്നുകൊണ്ട് ഞങ്ങൾ അനവധി തെരുവിൽ നിൽക്കുന്ന ആ വ്യക്തിജീവിതങ്ങൾക്ക് ആഹാരങ്ങൾ എത്തിക്കുകയും ഹോസ്പിറ്റലിൽ കിടക്കുന്ന വ്യക്തികൾക്ക് ആഹാരങ്ങൾ എത്തിക്കുകയും അതുപോലെ പാവപ്പെട്ട വിധവകളെ സാമ്പത്തികമായി സഹായിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ പ്രസിഡൻ്റായിട്ടിരിക്കുന്ന ജോയി വിൽസൺ എന്നൊരു ദൈവദാസനാണ്. അതിനോടൊപ്പം തന്നെ ചേർന്ന് പെരുമ്പഴത്തൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഷാലേം ഹോസ്പിറ്റൽ ടീം എന്നൊരു ടീം, അതിൻ്റെ ഡയറക്ടർ ജോം സാം പ്രകാശ് എന്ന ദൈവദാസനാണ്. അദ്ദേഹവുമായി ചേർന്നുകൊണ്ട് ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ഞായർ, തിങ്കൾ, ചൊവ്വ ഈ ദിവസങ്ങളിലെല്ലാം കൺവെൻഷൻ യോഗങ്ങൾ ഓരോ സഭ കേന്ദ്രീകരിച്ചും അല്ലാതെയും ഒക്കെ ഞങ്ങൾ കൺവെൻഷൻ യോഗങ്ങൾ ഒരു പ്രതിഫലം പോലും ആഗ്രഹിക്കാതെ നടത്തി വരുന്നുണ്ട്. അങ്ങനെ ആയിരങ്ങളോട് യേശുക്രിസ്തുവിനെ ഇങ്ങനെ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ ദിവസവും അത്ഭുതകരമായി നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. മാരായ്മട്ടത്ത് ഒരു സഭാ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറച്ച് വിശ്വാസ മക്കൾ എനിക്കുണ്ട്. അവരുമായി ചേർന്ന് കർത്താവിന് വേല, അതിനോടൊപ്പം തന്നെ ഈ പറയപ്പെട്ട ടീമുമായി നിന്നുകൊണ്ട് കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരോടൊപ്പം നിന്നുകൊണ്ട് സുവിശേഷ പ്രവർത്തനം ഇപ്പോൾ ശക്തമായ നിലയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലെനിക്ക് ഏറ്റവും വലിയ സന്തോഷമുണ്ട്. എൻ്റെ 2 മക്കളും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അവരെ ദൈവം എത്തിക്കുവാൻ ഇടയായിത്തീർന്നു. ദൈവം നമ്മളെ കുടുംബമായി ഈ കർത്താവിൻ്റെ വേലയിലും ഒക്കെ സമാധാനത്തോടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവം ആ സന്തോഷം പറഞ്ഞു തീരാൻ പറ്റാത്തൊരു സന്തോഷമാണ് യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കുമ്പോഴും യേശുവിനെക്കുറിച്ച് പറയുമ്പോഴും നമ്മുടെ ജീവിതത്തിനകത്തിൽ ഉണ്ടാകുന്ന സന്തോഷമെന്ന് പറയുന്നത് ഒരിക്കലും പറഞ്ഞു തീരാൻ കഴിയാത്തൊരു സന്തോഷം. കർത്താവിന് വേണ്ടി പാട്ടിലൂടെയും ദൈവവചന പ്രസംഗത്തിലൂടെയൊക്കെ നമ്മൾ യേശുവിനെ ഈ ദിവസങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശുശ്രൂഷകളെല്ലാം ജനത്തിന് വലിയ സന്തോഷവും സമാധാനവും സന്തോഷവും പകർന്നുകൊണ്ടിരിക്കുന്നു. ദൈവം ഈ നിലയിലൂടെ ഞങ്ങളെ ഇന്നും ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. പോയ കാലത്തെ പാപവഴികൾ വിട്ട് ക്രിസ്തുവിനോടൊപ്പം ചേർന്ന രാജേഷ് ഇന്ന് 19ഓളം സംസ്ഥാനങ്ങളിൽ തൻ്റെ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ദൈവവചനവുമായി യാത്ര ചെയ്തു കഴിഞ്ഞിരിക്കുന്നു.
2012 മുതൽ നെയ്യാറ്റിങ്കര പെരുമ്പഴുതൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന യഫത ഗോസ്ബൽ ടീമിൻ്റെ പരസ്യയോഗങ്ങളിലും സുവിശേഷ പ്രവർത്തനങ്ങളിലും സജീവ പങ്കാളിയായി സുവിശേഷ യാത്ര തുടരുകയാണ് രാജേഷ്. ഇനിയൊരു എൻ്റെ ജീവിതത്തിൽ മുന്നോട്ടൊരു ഗമനമില്ല എന്ന് നീ ചിന്തിക്കുമ്പോൾ വചനത്തോടുകൂടെ ചേർന്ന് ഞാനൊരു കാര്യം പറയാം. നീ അവസാനിച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും നിൻ്റെ പുതിയ ജീവിതത്തെ തുടങ്ങാൻ എൻ്റെ കർത്താവ് ശക്തനാണ്. അതാണ് ഈ പാട്ടിൻ്റെ വരികൾ. ചെങ്കടലിനെ രണ്ടായി ഭാഗിച്ച ദൈവം നിന്നോട് കൂടെയുണ്ട്. ഏതു പ്രതികൂലവും ഏതു പ്രതിസന്ധിയും ഏതു പ്രശ്നത്തിലും പരിഹാരകൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. പോയ കാലത്തെ പാപപങ്കിലമായ ജീവിത വഴികളിൽ നിന്നും ക്രിസ്തു സ്നേഹത്തിൻ്റെ വഴിയെ സഞ്ചരിക്കുന്ന സഞ്ചാര സുവിശേഷകൻ രാജേഷ് തൊഴുക്കലിൻ്റെ ജീവിതം ഇന്ന് സമൂഹത്തിനാകെ മാതൃകയാണ്. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രിയ സഹോദരങ്ങളെ, യേശുവിനെ വിശ്വസിക്കണം. എന്തുകൊണ്ടാണ് യേശുവിനെ വിശ്വസിക്കണമെന്ന് ഞങ്ങൾ പറയുന്നത്? മറ്റൊരു ദൈവങ്ങളെയും ഞങ്ങൾ പരിഹസിക്കുന്നില്ല, മറ്റൊരു ദൈവങ്ങളെയും നമ്മൾ നിന്ദിക്കുന്നില്ല. എന്നാൽ യേശുവിനെ ഉയർത്താനുള്ള കാരണം മാനവരാശിയുടെ പാപത്തിനു വേണ്ടി സ്വർഗത്തിൻ്റെ മഹിമ വിട്ട് ഈ ഭൂമിയിൽ ഇറങ്ങി വന്നത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. എല്ലാ മനുഷ്യനെയും ഒന്നുപോലെ സ്നേഹിച്ച്, പാപിയായാലും നീതിമാനായാലും എല്ലാവരും ഒന്നുപോലെ സ്നേഹിച്ച് സകലവരും വീണ്ടെടുക്കാൻ ഭൂമിയിൽ ഇറങ്ങി വന്ന ഒരു ദൈവമുണ്ടെങ്കിൽ കർത്താവാണ്. മരിച്ച് അടക്കം ചെയ്ത് മൂന്നാം നാൾ ഉയർത്തെണീറ്റ ഒരു ദൈവമുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. വീണ്ടും നിങ്ങളെ ഞാൻ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളാൻ ഞാൻ വീണ്ടും വരുമെന്ന് അരുളി ചെയ്തത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് യേശുവിൽ വിശ്വസിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ ബൈബിൾ വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിലൊരു വാക്യം ഇങ്ങനെയുണ്ട്: മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ നൽകപ്പെട്ടിരിക്കുന്നൊരു നാമം യേശുവിൻ്റെ നാമമാണ്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്ന ഒരു സന്ദേശം, ഈ ലോകത്തിൽ നീ ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിച്ചെന്നല്ല, ആരെ വിശ്വസിച്ച് എങ്ങനെയാണ് നീ ജീവിക്കുന്നത് എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ആ ജീവിതം നിന്നെ അന്ത്യം വരെ നിലനിർത്തുവാൻ ഇടയായി മാറും. ആ യേശുവിൻ്റെ സ്നേഹത്തെ ഇന്നും അനവധി ദൈവദാസന്മാർ ഉയർത്തുമ്പോൾ നിങ്ങളും ആ യേശുവിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കി ദൈവ കൃപയിലേക്ക് നിങ്ങൾ വരുവാൻ തയ്യാറാകുമെങ്കിൽ നിശ്ചയമായി ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയാം, ആ ദൈവം നിങ്ങളെ കരുതുന്ന ദൈവമാണ്. ആ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ കുടുംബത്തിനകത്ത് സമാധാനത്തെ വരുത്തുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങൾ രുചിച്ചറിയുക. സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുന്നു, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവനെ ശരണമാക്കിയിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. തൻ്റെ സാക്ഷ്യാനുഭവങ്ങളും ജീവിതവും പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വചനവുമായി നിരന്തരമായ പരസ്യ യോഗങ്ങളിലും സുവിശേഷ യോഗങ്ങളിലും സഞ്ചാര സുവിശേഷകനായി ജീവിതം തുടരുകയാണ് സുവിശേഷകൻ രാജേഷ് തൊഴുക്കൽ. ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകട്ടെ, പ്രത്യാശ വർദ്ധിക്കട്ടെ. ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, യേശുവിൽ വിശ്വസിക്കുക. എന്നാൽ നിന്നെയും നിൻ്റെ കുടുംബത്തെയും ദൈവം രക്ഷിക്കുമെന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. സഞ്ചാര സുവിശേഷകൻ രാജേഷ് തൊഴുക്കലിൻ്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവെച്ചുകൊണ്ട് മാനസാന്തരത്തിൻ്റെ പടവുകൾ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.